ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കേരളത്തിൽ ഭരണമാറ്റമുണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള നീക്കവുമായി കെ.സി. വേണുഗോപാൽ. ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയാൽ ഇരിക്കൂറിൽ നിന്നും ജനവിധി തേടാനാണ് നീക്കം. എന്നാൽ കെ.സിയുടെ കടന്നുവരവിനെ ഒന്നിച്ചു പ്രതിരോധിക്കാനാണ് AI ഗ്രൂപ്പുകളുടെ തീരുമാനം. UDF അനുകൂലമായ ജനവിധി ഉണ്ടായാൽ കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയ്ക്കായി ഇത്തവണ നടക്കുക ത്രികോണ മത്സരം. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും പുറമെ AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നത്. ഹൈക്കമാൻഡ് പിന്തുണച്ചാൽ ഇരിക്കൂർ മണ്ഡലം വഴി നിയമസഭയിലെത്താനാണ് കെ.സിയുടെ പ്ലാൻ. സിറ്റിംഗ് MLA സജീവ് ജോസഫ് കെ.സിക്കായി സീറ്റ് ഒഴിഞ്ഞു നൽകും. മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് 6 മാസത്തിനുള്ളിൽ നിയമസഭയിലേക്ക് വിജയിച്ചാൽ മതിയെന്നതിനാൽ ഹൈക്കമാൻഡിന്റെ പച്ചക്കൊടി മാത്രമാണ് നിർണായകമെന്ന് കെ.സി. അനുകൂലികൾ വ്യക്തമാക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുമ്പോൾ തന്നെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം പ്രചാരണ രംഗത്ത് കെ.സി. വേണുഗോപാൽ നിറഞ്ഞു നിന്നിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോൾ മന്ത്ര എന്ന ഏജൻസി നടത്തിയ സർവേയിൽ 1-ാം സ്ഥാനം കെ.സി. വേണുഗോപാലിനായിരുന്നു. 2-ാം സ്ഥാനത്ത് പിണറായി വിജയനും 3-ാം സ്ഥാനത്ത് VD സതീശനും ആ സർവേയിൽ ഇടം പിടിച്ചു. ഈ ഏജൻസി കെ.സി. വേണുഗോപാൽ ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ വേണ്ടി നിയോഗിച്ചതാണെന്നാണ് എതിർ ഗ്രൂപ്പുകാരുടെ വാദം. സ്വന്തം PR-നായി കോടികൾ വേണുഗോപാൽ ചെലവാക്കിയെന്നും എതിരാളികൾ ആരോപിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രി ചർച്ചകളിൽ താല്പര്യമില്ലെന്ന് കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കെ. സുധാകരൻ പറഞ്ഞത് പൊതുവായ കാര്യമെന്നും കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചു. ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞു, എനിക്ക് അവരോടാണ് പറയാനുള്ളത്, ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. ചില മാധ്യമങ്ങളൊക്കെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ചർച്ച ചെയ്ത് എന്നെക്കുറിച്ച് ചർച്ച ചെയ്തതിനെക്കുറിച്ച് പ്രവർത്തനങ്ങളിൽ വിഷമമില്ലേ? ഇല്ലേ? നമ്മൾ വട്ടപൂജയാന്നൊക്കെ പൂജ ആയിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കൃത്യമായിട്ട്, വെയിറ്റ് ഫോർ ദ റിസൾട്ട്. കെ.സിയെ കെട്ടിയിറക്കാൻ നീക്കമുണ്ടായാൽ സതീശനും ചെന്നിത്തലയും സണ്ണി ജോസഫും ചേർന്ന് അതിനെ പ്രതിരോധിക്കുമെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രി ചർച്ചകൾ അസമയത്താണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുറന്നടിച്ചു. മുതിർന്ന നേതാക്കന്മാരെല്ലാവരും അത് പറയേണ്ട ഒരു സമയമായിട്ടില്ല. ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം, പറയേണ്ട വേദികളിൽ പറയാം, പറയേണ്ട സമയത്ത് പറയും. ഇപ്പം അതിന് സമയമായിട്ടില്ല. മെഷീൻ പൊട്ടിക്കുന്നതിന് മുൻപേ ഉള്ള ഈ തർക്കങ്ങൾ അനാവശ്യമാണെന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട്. വിവാദങ്ങളിലൊന്നും താൻ ഭാഗമല്ലെന്നും ആർക്കും വേണ്ടി ഒന്നും എഴുതിയിട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഇത് അനാവശ്യ വിവാദമാണ്. ഈ വിവാദത്തിനൊരു അർത്ഥവുമില്ല. സോഷ്യൽ മീഡിയയിലൂടെ അല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിനൊരു സംവിധാനം ഉണ്ടല്ലോ. കെ.സി. വേണുഗോപാലിനെ കുറിച്ച് നല്ല വാക്കു പറയുന്നതിൽ പ്രശ്നമില്ലെന്നാണ് കെ. മുരളീധരന്റെ നിലപാട്. ആളുകൾ പലതും പറയും, ഇതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഗ്രൂപ്പ് ഡാൻസ് കളിക്കേണ്ട സ്ഥാനത്ത് സിംഗിൾ ഡാൻസ് കളിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരസ്യ പ്രതികരണങ്ങൾ നേതൃത്വം വിലക്കുമ്പോൾ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തി. ഏറ്റവും ശക്തരായ നേതാക്കളുള്ള കേരള നേതൃത്വം, അതിൽ ഏറ്റവും ശക്തിയുള്ള അതിലൊരാൾ തന്നെയാണ് കെ.സി. വേണുഗോപാൽ. എന്താ സംശയം? കോൺഗ്രസിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഔന്നത്യമുള്ള ഒരു പോസ്റ്റിലേക്ക് കേരളം സംഭാവന ചെയ്ത ഒരു കോൺഗ്രസ് നേതാവാണ്. മുസ്ലിം ലീഗിന്റെ നിലപാടും സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദവും മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിൽ നിർണായകമാകും. ജനവിധി അനുകൂലമായാലും എതിരായാലും അത് കോൺഗ്രസിലെ ഉൾപോരിന് മൂർച്ച കൂട്ടും. മഹേഷ് ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.